ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെയിൻറ്റ് ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് കാണാം. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇതാ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് പേപ്പറാണ്. അപ്പോൾ നോട്ട്ബുക്കിലെ പേപ്പറോ A4 ഷീറ്റോ അത് ഏതാച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അതിനെ കൈവച്ച് ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരുമിച്ച് വെച്ച് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്നുകൂടെ കൈ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് 2:1 റേഷ്യോയിൽ. അപ്പോൾ ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ എല്ലാ പീസും ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പേപ്പർ പീസ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൈവച്ചിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉജാല ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പേപ്പർ കുറച്ച് കൂടുതൽ ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉജാല മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അല്ല ലൈറ്റ് കളർ മതിയെങ്കിൽ കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഓരോ പേപ്പർ പീസും ഇതിലിട്ട് മുക്കിയെടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം. പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു തെർമോകോൾ പ്ലേറ്റാണ്, അങ്ങനെ എന്തിലെങ്കിലും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനെല്ലാം അങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഉണക്കിയെടുക്കണം. പിന്നെ ഞാനൊരു പീസ് വലിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് കൂടുതൽ ഉജാല വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ ഇത്ര ഡാർക്കായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇനി അങ്ങനെ തന്നെ ഡാർക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ഒന്നുകൂടെ ഇട്ട് വീണ്ടും ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനത് ഉണക്കിയെടുത്തിട്ടുണ്ട്. കളർ പേപ്പർ പോലെ തന്നെ നല്ല ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിന്ന് ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൻസിൽ വെച്ച് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ പല സൈസിലുള്ള കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സും ആ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവറിൻ്റെ പകുതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ നെക്ക് ഭാഗത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത്
അതും കൂടെ ആ നെക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബോട്ടിൽ മുഴുവനായിട്ട് ഒരു കോട്ട് കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയൊരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ആ ബോട്ടിലിൻ്റെ നെക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ, പെയിൻ്റ് ഒന്നും ഉപയോഗിക്കാതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയ കാണാം. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പേപ്പേഴ്സ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോ പീസും നമുക്ക് ആ ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ പീസും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ലൈറ്റായിട്ടുള്ള ഷെയ്ഡും ഉണ്ട്, ഡാർക്കായിട്ടുള്ള ഷെയ്ഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3D ലൈനർ എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പാറ്റേൺ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വരഞ്ഞു കൊടുക്കുന്നത്. ഈ 3D ലൈനറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പാറ്റേൺ വരഞ്ഞു കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ബോട്ടിൽ ആർട്ടിലാണെങ്കിലും ബ്ലാക്ക് മാർക്കർ പെന്നൊക്കെ വെച്ച് പാറ്റേൺ വരഞ്ഞു കൊടുത്താൽ അതും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും നമ്മൾ പെയിൻറ്റ് ഉപയോഗിക്കാതെ ഒരുപാട് ബോട്ടിൽ ആർട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കൂ. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ബോട്ടിൽ മുഴുവനായിട്ട് വരഞ്ഞെടുക്കുന്നില്ല കേട്ടോ, ഇത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും വരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ബോട്ടിലായിട്ടാണ് ഇഷ്ടമായി എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്